Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 4 സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് കോർപ്പറേറ്റ് റെഗുലേഷൻസ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SC ചോദ്യങ്ങൾ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ പാർട്ടിയിൽ നമുക്ക് 15 ചോദ്യങ്ങളാണ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ടാണ് പോകുന്നത്. നമ്പർ 1, മിക്ക പേപ്പറിലും കമ്പനി ഡിഫൈൻ ചെയ്യാൻ വരാറുണ്ട്. നമ്മളിത് 3rd സെമസ്റ്ററിലും പഠിച്ചിട്ടുള്ളതാണ്. സോ ഡിഫൈൻ കമ്പനീസ് ആക്ട് 2013 പ്രകാരം കമ്പനി ഡിഫൈൻ ചെയ്യാനും, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനിയിൽ ഏതെങ്കിലും ഒരെണ്ണം വരാറുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനിയിൽ ഏതെങ്കിലും ഒരെണ്ണം വരാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിനായിട്ട് മുമ്പ് ഗവൺമെൻറ് കമ്പനി എന്താണ് ചോദിച്ചിട്ടുള്ളത്, ഗവൺമെൻറ് കമ്പനി ചോദിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ക്ലാസിഫിക്കേഷനിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. ഓക്കെ, നിർബന്ധമായും പഠിക്കുക. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് OPC 1% കമ്പനി, റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്താണ്, അതല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്താണ്. ഇതിലേതെങ്കിലും ഒരെണ്ണം മാറി വരാറുള്ളതാണ്. നിർബന്ധമായും പഠിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി റിപ്പീറ്റ് ആയിട്ട് വരുന്ന മറ്റൊരു ചോദ്യമാണ് സ്വെറ്റ് ഇക്വിറ്റി ഓഫ് ഷെയർസ് എന്താണ്, അതുപോലെ തന്നെ റൈറ്റ് ഷെയർസ് എന്താണ്, അതുപോലെ തന്നെ ബോണസ് ഷെയർസ് എന്താണ്. ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാം, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നെക്സ്റ്റ് DIN എന്താണ്, അതുപോലെ തന്നെ പ്രോസ്പെക്ടസ് എന്താണ്, അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് ബുക്ക് ബിൽഡിംഗ് എന്താണ്. ഓക്കെ, നിർബന്ധമായി നോക്കേണ്ടതാണ്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, മാറി വരുന്നതാണ് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സ് എന്താ. ഡോക്ട്രിൻ ഓഫ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ചോദ്യം വരാറുണ്ട്. ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സ് എന്താണ്. അതുപോലെ തന്നെ ഡോക്ട്രിൻ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്താണ്. ഞാൻ പറയുന്നു ഡോക്ട്രിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരു ഏതെങ്കിലും ഒരു ചോദ്യം എല്ലാ പേപ്പറിലും വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ കൺസെപ്റ്റ് നിർബന്ധമായും പഠിച്ചു വയ്ക്കുക കേട്ടോ. മൂവിങ് ടു നെക്സ്റ്റ് സജഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് കമ്മിറ്റി. അതിനായിട്ട് മുമ്പ് പറയാനുള്ളത് പ്രോക്സി എന്താണ്, നിർബന്ധമായി നോക്കിയിരിക്കണം. ക്വാറം എന്താണ്, നിർബന്ധമായി നോക്കിയിരിക്കണം. പിന്നെ കമ്മിറ്റി ഓഫ് ഇൻസ്പെക്ഷൻ പറയാനുള്ളതായിരുന്നു. കമ്മിറ്റി ഓഫ് ഇൻസ്പെക്ഷൻ എന്താണ് നോക്കണം കേട്ടോ. റിപ്പീറ്റ് ചോദ്യമാണ്. ഇനി ക്വാറം എന്താണ്. ഇനി നെക്സ്റ്റ് അതിൽ പറയാനുള്ള ഒരു ചോദ്യമാണ് ലിക്വിഡേഷൻ ഓഫ് ഡിവിഡൻഡ്. ഇതിനായിട്ട് മുമ്പുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒന്നാണ് ലിക്വിഡേഷൻ ഓഫ് ഡിവിഡൻഡ്. ലിക്വിഡേഷൻ ഓഫ് ഡിവിഡൻഡ് എന്താണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സജഷൻ ആണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. കമ്പനീനെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, അത് ബേസിക്സ് ആണ്, നമ്മുടെ അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുള്ളതല്ലേ എന്താണ്. പിന്നെ ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസിനെ പറ്റിയിട്ട് ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുള്ളതാണ്. 2 പേപ്പറിൽ ട്രാൻസ്മിഷൻ ഓഫ്
ഷെയർസ് എന്താണ്? പിന്നെ റിപ്പീറ്റ് ആയിട്ട് വരുന്നൊരു ചോദ്യമാണ്, 3 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം. ഹൂ ഈസ് എ പ്രൊമോട്ടർ ഒരെണ്ണം, ഹൂ ഈസ് എ കോൺട്രിബ്യൂട്ടറി ആരാണ്? ഹൂ ഈസ് എ ലിക്വിഡേറ്റർ ആരാണ്? ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും വരാറുണ്ട് കേട്ടോ, നിർബന്ധമായി നോക്കാം. ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് ഞാൻ പറഞ്ഞു. പിന്നെ ഡിറക്ടേഴ്സിൽ ഏതെങ്കിലും, ഇപ്പോൾ ഇൻഡിപെൻഡന്റ് ഡിറക്ടർ ആരാണ്? ഡിറക്ടർ ആരാണ്? അതുകൊണ്ട് തന്നെ അത് ഇതിനായിട്ട് വിമൻ ഡയറക്ടർ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഡിറക്ടേഴ്സിൽ ഏതെങ്കിലും ഒരാളെ പറ്റിയിട്ട് വരാറുണ്ട് കേട്ടോ. വിമൻ ഡയറക്ടർ ചോദിക്കാം. ഓക്കെ, ഇൻഡിപെൻഡന്റ് ഡയറക്ടറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ പ്രോസ്പെക്ടസ് ഞാൻ പറഞ്ഞു, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം കൂടി ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ്, ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് പ്രോസ്പെക്ടസ്. 2 പേപ്പറിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ, നിർബന്ധമായും പഠിക്കുക. ഇനി പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ് എന്താണ് ചോദിച്ചിട്ടുള്ളതാണ്. പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ് എന്താണ്? ഓക്കെ, നിർബന്ധമായി നോക്കണം. ദെൻ കമ്പനിയുടെ വൈൻഡിങ് അപ്പ്, ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് 2 പേപ്പറിൽ. വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി എന്താണ്? ദെൻ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ, IPO ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് നിർബന്ധമായി നോക്കണം. അതുപോലെ തന്നെ ഓഡിറ്റ് കമ്മിറ്റി എന്താണ്? നിർബന്ധമായി നോക്കണം. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസ്, റിപ്പീറ്റ് ആണ്, കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ്? ഓക്കെ, ദെൻ SAT സെക്യൂരിറ്റീസ് അപ്പലറ്റ് ട്രൈബ്യൂണൽ എന്താണ്? സെക്യൂരിറ്റീസ് അപ്പലറ്റ് ട്രൈബ്യൂണൽ എന്താണ്? പിന്നെ ഓർഡിനറി റെസൊല്യൂഷൻ എന്താണ്? സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്താണ് വരാറുണ്ട്? വാട്ട് ഈസ് ആൻ ഓർഡിനറി റെസൊല്യൂഷൻ ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഓക്കെ. പിന്നെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ് സെബി, നിർബന്ധമായി നോക്കേണ്ടതാണ്. സെബി പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഫ്രോഡുലന്റ് പ്രിഫറൻസ് എന്താണ്? ഫ്രോഡുലന്റ് പ്രിഫറൻസ് എന്താണ് ചോദിച്ചിട്ടുള്ളതാണ്. AGM ആനുവൽ ജനറൽ മീറ്റിംഗ് എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്, അത് നോക്കിയിരിക്കണം കേട്ടോ. അതുകൊണ്ട് പറയാം AGM. ഓക്കെ, ആനുവൽ ജനറൽ മീറ്റിംഗ് AGM. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 2 മാർക്സിൻ്റെ ചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഇതൊക്കെ ഡയറക്റ്റ് ചോദ്യങ്ങളാണ്. ഇൻഡയറക്റ്റ് മോഡിലുള്ള ഒരു ചോദ്യം, അതും ക്വസ്റ്റ്യൻ പേപ്പറിൽ 2ാമത്തെ ചോദ്യമായിട്ട് ഇപ്പോൾ ലാസ്റ്റ് 2 വർഷം വന്നിട്ടുണ്ട്. ആ വന്നിട്ടുള്ള 2 ചോദ്യങ്ങൾ സജഷൻസ് ആയിട്ട് നൽകാം. ഇൻഡയറക്റ്റ് മോഡിലുള്ള ചോദ്യങ്ങൾ അത് വേറെ സംഭവമൊന്നുമില്ല, ഈസിയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇപ്രാവശ്യം വേണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2ാമത്തെ ചോദ്യം ഇങ്ങനത്തെ ഒരു ചോദ്യമായിരിക്കും. ഈസ് എ കമ്പനി റിക്വയർഡ്, മറ്റൊക്കെ വാട്ട് ഈസ് ടൈപ്പ് ചോദ്യങ്ങളല്ലേ, ഇതങ്ങനെയല്ല. റിക്വയർഡ് ടു പാസ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ for altering its memorandum of association. ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്, ഇതൊരെണ്ണം. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം കൂടി സജഷനായിട്ട് നൽകാം, അതും ചോദിച്ചിട്ടുള്ളതാണ്. ഈസ് ഇറ്റ് മാൻഡേറ്ററി to get the
securities listed in case of a public offer. In case of a public offer സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് ചോദ്യം. പബ്ലിക് ഓഫർ. അപ്പോൾ ഇങ്ങനെ ഇൻഡയറക്റ്റ് മോഡിലുള്ള 2 ചോദ്യം, അത് രണ്ടാമത്തെ ചോദ്യമായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഇതൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി വേറെ ഒരെണ്ണം കൂടി വേണമെങ്കിൽ പറയാം. ഇൻഡയറക്റ്റ് മോഡിലുള്ള തന്നെയാണ്. ഇതാണ് ചോദ്യം. when should a company convene its first agenda in a meeting of AGM. In a meeting of annual general AGM. ഓക്കെ, ഇതും ഇൻഡയറക്റ്റ് മോഡിൽ വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നമുക്കിതൊക്കെയാണ് സജഷനായിട്ട് നൽകാനുള്ള. പരമാവധി ഡയറക്റ്റ് ടൈപ്പ് ചോദ്യങ്ങൾ തന്നെയാണ് വരിക, അതിനെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം കമ്പനി എന്താണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനിയിൽ ഏതെങ്കിലും ഒരെണ്ണം, ഗവൺമെൻറ് കമ്പനി, OPC, അങ്ങനെ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്താണ്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്താണ്, പിന്നെ ഷെയർസിൽ സ്വെറ്റ് ഇക്വിറ്റി, റൈറ്റ്, ബോണസ്, DIN എന്താണ്, പ്രോസ്പെക്ടസ് എന്താണ്, ബുക്ക് ബിൽഡിംഗ്, ഡോക്ട്രിൻ ഓഫ് അൾട്രാവേഴ്സ്, ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്, പ്രോക്സി, ക്വാറം, കമ്മിറ്റി ഓഫ് ഇൻസ്പെക്ഷൻ, ലിക്വിഡേഷൻ ഓഫ് ഡിവിഡൻഡ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്താണ്, ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ്, പ്രൊമോട്ടർ ആരാണ്, കോൺട്രിബ്യൂട്ടറി ആരാണ്, ലിക്വിഡേറ്റർ ആരാണ്, ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആരാണ്, വിമൻ ഡയറക്ടർ, സ്റ്റേറ്റ്മെന്റ് ഇൻ ലീവ് ഓഫ് പ്രോസ്പെക്ടസ് എന്താണ്, പിന്നെ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ്, വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി, IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്, ഓഡിറ്റ് കമ്മിറ്റി, കോർപ്പറേറ്റ് ഗവർണൻസ്, സെക്യൂരിറ്റീസ് അപ്പലറ്റ് ട്രൈബ്യൂണൽ, ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ദെൻ വാട്ട് ഈസ് എൻ ഓർഡിനറി റെസൊല്യൂഷൻ, സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്താണ്, സെബി, ഫ്രോഡുലന്റ് പ്രിഫറൻസ് എന്താണ്, EGM. പിന്നെ നമ്മൾ ഇൻഡയറക്റ്റ് മോഡിലുള്ളൊരു ചോദ്യം, ഈസ് എ കമ്പനി റിക്വയർഡ് ടു പാസ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഫോർ ഓൾട്ടറിങ് ഇറ്റ്സ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, പിന്നെ ലിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, പിന്നെ കമ്പനി കൺവീൻ ഇറ്റ്സ് ഫസ്റ്റ് അജണ്ട ഇൻ എ മീറ്റിംഗ് ഓഫ് AGM. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ കേട്ടോ. സോ നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ഇതാണ്. ദെൻ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങൾ ഇതാണ്. ആൻഡ് ഫൈനലി ഇത്. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളുടെ സജഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS signing off. Have a nice day. Thank you.